നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് കേരളം. ഇത് വെറും തെരഞ്ഞെടുപ്പല്ല, കടുത്ത ത്രികോണ പോരാട്ടത്തിന്റെ കൂട്ടപ്പൊരിച്ചിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഓരോ വോട്ടും വിലപിടിപ്പുള്ളപ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ചിലർ ഏതറ്റത്തേക്കും പോവുകയാണോ? വാഗ്ദാനങ്ങളോ അതോ പ്രലോഭനങ്ങളോ? ആത്മവിശ്വാസമോ അതോ ഭയത്തിന്റെ രാഷ്ട്രീയമോ? ജനാധിപത്യത്തിന്റെ ഉത്സവമെന്ന് പറയുമ്പോൾ തന്നെ അതിനെ അലങ്കോലമാക്കാൻ ഇറങ്ങുന്ന ശക്തികൾ ആരൊക്കെയാണ്? ജയം ഉറപ്പില്ലാത്തവർ അവസാന നിമിഷത്തിൽ കളം മലിനമാക്കുന്നുണ്ടോ? പാലക്കാട് വോട്ടിന് പണം, തൃശൂരിൽ കിറ്റുകളുടെ വിവാദം, അടൂരിൽ സ്ഥാനാർത്ഥിക്കെതിരെ അധിക്ഷേപം. ഇത് തെരഞ്ഞെടുപ്പ് പോരാട്ടമോ അതോ അനാരോഗ്യ രാഷ്ട്രീയത്തിന്റെ തുറന്ന പ്രകടനമോ? ത്രികോണ പോരാട്ടത്തിന്റെ ചൂടിൽ വിജയത്തിനായി എന്തും ചെയ്യാമെന്ന മനോഭാവം ശക്തമാകുന്നുണ്ടോ? ജനങ്ങളെ മനസ്സിലാക്കാൻ വാദങ്ങളും പദ്ധതികളും പോരാത്തപ്പോൾ പണം, പ്രലോഭനം, വ്യക്തിപരമായ ആക്രമണം ഇവയാണോ ആയുധങ്ങൾ? വോട്ടറാണ് രാജാവ് എന്ന് പറയുമ്പോൾ ആ രാജാവിനെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നവരും വാക്കുകളാൽ തകർക്കാൻ ശ്രമിക്കുന്നവരും ആരൊക്കെയാണ്? നാളെ വിധി എഴുതുന്നത് ജനങ്ങൾ. പക്ഷേ ഇന്ന് ചോദ്യം ഇതാണ്: ഈ പോരാട്ടം ശുദ്ധമായ ജനാധിപത്യ പോരാട്ടമാണോ അതോ മറവിൽ മറ്റൊരു കളിയോ? ഡീലിൽ നിന്ന് വോട്ടിന് കോഴയിലേക്കോ? മുതിർന്ന നേതാക്കൾ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ടത്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും നേതാക്കൾ അടങ്ങിയിരുന്നില്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ടിനായി പണം നൽകിയെന്ന ആരോപണമാണ് ഇന്ന് ശക്തമായത്. ഇതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. പണം വാങ്ങിയെന്ന് പറയുന്ന വയോധിക പക്ഷേ തനിക്ക് പണം തന്നിട്ടില്ല എന്ന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പണം നൽകിയതായി ദൃശ്യങ്ങളിലുള്ള സ്ത്രീയാകട്ടെ അവരുമായി ഒരു ബന്ധവുമില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. തന്നെ കൊടുക്കാനുള്ള ശ്രമമാണെന്ന് ശോഭാ സുരേന്ദ്രൻ വാദിക്കുന്നു. പക്ഷേ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഈ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ കഴിയുകയുമില്ല. വോട്ടിന് കോഴ ശരിയാണോ? ഇത്തരത്തിലുള്ള അനാരോഗ്യമായ പ്രവണതകൾ സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിലെങ്കിലും പ്രകടമാണല്ലോ. കിറ്റുകൾ പോലും നൽകി വോട്ടർമാരെ വിലക്കെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. പാലക്കാട്ടെ ദൃശ്യങ്ങൾ ഇതായിരുന്നു. ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് ഒരു വയോധികയ്ക്കായി പണം നൽകിയെന്നുള്ള ഗുരുതരമായ ആരോപണം. ನೀವು ചെയ്യരുത് കേട്ടാ, ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാകുന്ന എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, എന്ന് ആരോപിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ കയർത്തത്. തന്റെ ഒപ്പം മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ല എന്നും ആ സ്ത്രീ പണം നൽകി എന്നുള്ള കാര്യം താൻ എന്തിനാണ് ഏറ്റെടുക്കേണ്ടതെന്നും ഉള്ള വാദങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. ശോഭയുടെ വാക്കുകൾ കൂടി കേൾക്കാം. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ CP റാഷിദ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ശ്രീ മോഹൻ വർഗീസ്, എന്തൊക്കെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഈ വോട്ടിന് കോഴ വിവാദവും, ഇത് ഈ ത്രികോണ പോരാട്ടത്തിന്റെ ആവേശം അത്ര കണ്ട് അലയടിക്കുന്നത് കൊണ്ടാണോ? ഇതൊരു കൂട്ടപ്പൊരിച്ചിലിന്റെ രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? അതോ പതിവായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇതെല്ലാം? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അസംബന്ധ നാടകം എന്ന് പറയാമോ? എല്ലാ സഭ്യതകളുടെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന വാഗ്ധോരണികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. ഇത് ക്യാമറ കണ്ണുകൾ ഒപ്പി എടുക്കുമ്പോൾ അപൂർവമായി മാത്രമേ കൃത്യമായ കാര്യങ്ങൾ ക്യാമറ കണ്ണിന് ഒപ്പിയെടുക്കാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായി ന്യായീകരണങ്ങളുണ്ടാകും. ഇത്
പെൻഷൻ കിട്ടിയ തുകയാണ്, മറ്റേതെങ്കിലും കാര്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങളായി നിൽക്കും. അതെന്തുകൊണ്ടാണ്? ഇതൊക്കെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടും എന്നതുകൊണ്ടല്ല, മറിച്ച് ഇലക്ഷൻ ഈവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈബുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവോ നെഗറ്റീവായ വൈബുണ്ട്. അത് ആരെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ചിലരുടെയൊക്കെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴുകയും ചെയ്യും. ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ശോഭ ഈസ് എ ഫോർ റണ്ണർ. ഇവിടെ ബി ജെ പിക്ക് ജൈവികമായി വളർച്ചയുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. എന്ത് വില കൊടുത്തും ശോഭാ സുരേന്ദ്രൻ്റെ ആ വിജയ പ്രതീക്ഷയെ ഒരു പക്ഷേ അതിനെ പിന്നോട്ടടിക്കാൻ ഇത് തീർച്ചയായും കോൺഗ്രസ് അത് ചെയ്യും, CPM അത് ചെയ്യും. ഡീലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരൊക്കെ അത് ചെയ്യും. ഇത് മുൻകൂട്ടി കാണണമായിരുന്നു. എക്കാലത്തും CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ വളരെ സൈലൻ്റായി ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഹരിശ്ചന്ദ്രന്മാരില്ല ശ്രീ മഞ്ജുഷ്. എല്ലാവരും ഒന്നാണ് ഇക്കാര്യത്തിൽ. പണവും സ്വാധീനവും ഓഫറും എല്ലാം കൊടുത്താണ് എല്ലാവരെയുമല്ല പലരെയും സ്വാധീനിക്കുന്നത്. ഈ സ്വാധീനിക്കപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ അന്തിമമായ ജനവിധി തീരുമാനിക്കുക. പക്ഷെ അത് വോട്ടർമാരെ കുറച്ച് കാണുന്നതിന് തുല്യമല്ലേ? അത് തീർച്ചയായും വോട്ടർമാരെ കുറച്ച് കാണുന്നതിന് തുല്യമാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ എന്ത് വില കൊടുത്തു, അത് ജീവൻ മരണ പോരാട്ടമാണ്. സ്റ്റേക്സ് ആർ വെരി ഹൈ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഭംഗ്യാന്തരേണ പറയാമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ പ്രഭവം നമ്മളൊന്ന് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന കണക്ക്, അതിന് കൊടുക്കുന്ന പാർട്ടികൾ കൊടുക്കുന്ന കണക്കും യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്ന പണവും തമ്മിൽ എന്തെങ്കിലും ഒരു പാരിറ്റി ഉണ്ടാകുമോ? ഈ ബോർഡുകൾ, ഫ്ലക്സുകൾ, പ്രചരണ വാഹനങ്ങൾ, ഇവർക്കെല്ലാം ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ, ഇവർക്കെല്ലാം കൊടുക്കേണ്ട ശമ്പളം എന്ന് തന്നെ പറയേണ്ടി വരും. ആരും ഒരു നിഷ്കാമ കർമ്മമൊന്നും ചെയ്യുന്നതല്ല. കുറച്ച് പേരൊക്കെ കണ്ടേക്കാം. ഈ വലിയ തുകയാണ് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും മുടക്കുന്നത്. ഈ തുക എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ എത്ര വിചാരിച്ചാലും പൂർണ്ണമായി അത് കണ്ടെത്താനാവില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇങ്ങനെ കണ്ടെത്തി അത് ക്യാമറയിൽ പകർത്തി കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ട്രാക്ഷനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ പാലക്കാട് മണ്ഡലത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോയത്. കാരണം BJPക്ക് വിജയസാധ്യത ഉള്ളതാണ്. ആ ഒരു മണ്ഡലത്തിൽ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികളാണ്, അല്ലെങ്കിൽ നേതാക്കന്മാരാണ്, ലോക്കൽ ആളുകളാണ് ഈ ക്യാമറ ഓപ്പറേഷന് പിന്നിൽ. ഇത് മലബാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടത്തെ ഏത് വിധേനയും ചെറുക്കാൻ തങ്ങൾ തയ്യാർ. അപ്പോൾ ഇതാദ്യം രംഗത്ത് വന്നത് കോൺഗ്രസ്സാണ്, പിന്നീട് CPM രംഗത്ത് വന്നു എന്നത് മറക്കുന്നില്ല, വിസ്മരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ UDFനൊരു അഡ്വാൻറ്റേജ് മലബാർ മേഖലയിലെങ്കിലും, പാലക്കാട് കാര്യം മാത്രമല്ല, ഒരു മണ്ഡലത്തെ വിധിയല്ല ഇവിടെ കുറിക്കപ്പെടുന്നത്. ഒരു മേഖലയുടെ വിധി ചെറുതായി മാറ്റിമറിക്കാൻ ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് കഴിയും എന്നാണ്. ഇത് അറിയാവുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് ജാഗ്രതാപൂർവമായി എല്ലാ പാർട്ടികളും നേതാക്കളും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിന് പകരം താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ CP റാഷിദ്, താങ്കൾ ഇതിനകം തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളയാളാണല്ലോ. എത്ര സീറ്റുകൾ കിട്ടാം ഏത് മുന്നണിക്ക് എന്ന രീതിയിൽ, ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ എന്നതിൽ. ഇപ്പോൾ ഈ പാലക്കാട് കണ്ടതുപോലെയുള്ള സംഭവങ്ങൾ ഇത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് വരുമോ ഇല്ലയോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? റാഷിദ് കേൾക്കുന്നില്ല. റാഷിദ്, ഓഡിയോയിൽ കുറച്ച് കുഴപ്പമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? ഇത് പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പലയിടങ്ങളിൽ പല രൂപത്തിൽ ഇത് കാണുന്നു. കിറ്റിന്റെ രൂപത്തിൽ കാണുന്നു, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാണുന്നു. അടൂരിലൊരു സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി CV ശാന്തകുമാർ ഇന്ന് പൊട്ടിക്കരയുന്നത് കേൾക്കുന്നു. ഇത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ മലീമസമാക്കുന്നത്? കാരണം ഇത് ഈ അവസാന ദിവസം, ഈ നിശബ്ദ പ്രചാരണത്തിലെ ദിവസങ്ങളിൽ നിശബ്ദമായിട്ട് പ്രചാരണം നടത്തേണ്ടതാണ്. അതിനു പകരം ഒച്ചപ്പാടും ബഹളവും തന്നെയായിരുന്നു ഇന്നും. മഞ്ജുഷ്, ഞാൻ ഈ വിഷയത്തെ അത്ര ലളിതമായിട്ട് ശ്രീ മോഹൻ വർഗീസ് കാണുന്നത് പോലെ ലാഘവത്തോടെ കാണാൻ ഞാൻ തയ്യാറല്ല. ഇപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഈ യൂട്യൂബ് ചാനലിലൊക്കെ വിശകലനം നടത്തിയിട്ട് വന്നിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോടുള്ള സകല ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം നോർമലൈസ് ചെയ്യുകയാണ് ഈ കാര്യത്തെ ചെയ്തത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലെക്സുകളും നോട്ടീസുകളും അടിക്കാൻ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ, കോടികളെന്ന് തന്നെ പറയേണ്ടി വരും, സ്ഥാനാർത്ഥികൾ ചിലവാക്കുന്നത് പോലെ അദ്ദേഹം അതിനോട് സമീകരിക്കുകയാണ് ഈ കൈക്കൂലി കൊടുക്കുന്നതിന്. അത് കേരളത്തിൽ ഇത്
അത്ര സുപരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല ശരിക്കും. ഇപ്പോൾ എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് അറിയുമോ എന്ന്. പക്ഷേ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ചില കോളനികൾ, ചില ഊരുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില മദ്യക്കുപ്പികൾ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഇങ്ങനെ വായുവിലുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു കാര്യം കേരളത്തിൽ അങ്ങനെ പരിചിതമല്ലാത്തൊരു കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. തമിഴ്നാട്ടിൽ നമുക്കറിയാം ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതൊരു ഉത്തരേന്ത്യൻ മോഡൽ ഓപ്പറേഷൻ ആണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പാർലമെൻറ്റിൽ ജയിച്ചത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ കിറ്റുകളും ശോഭാ സുരേന്ദ്രൻ്റെ ഈ പാലക്കാട് ഇന്ന് പിടിച്ച കയ്യോടെ പിടിച്ച റെഡ് ഹാൻഡഡ് എന്ന് പറയില്ലേ, അതുപോലെ കയ്യോടെ പിടിച്ച ഈ ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ തൃശ്ശൂർ നമുക്കറിയാം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം അവിടെയുള്ള ചാവക്കാട് താലൂക്കിലുള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയും അവിടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ ഇവർ പ്രതീക്ഷിച്ച അത്രയും കിട്ടുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി പലതരം ഓപ്പറേഷൻസ് നടത്തി. പൂരം കലക്കൽ മുതൽ അവിടെ ബിഷപ്പിനെ കയ്യിലെടുക്കൽ മുതൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി BJP. അവിടെ വോട്ടർമാരെ ചേർക്കുകയും അവിടെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പോകുന്നതും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് അറിയാമല്ലോ. അതുപോലെ ഒരു പാലക്കാട് ശോഭാ സുരേന്ദ്രന് ജയിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. ആ ജയം ഉറപ്പാക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഇത് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനെ ലാഘവത്തോടെ വളരെ നോർമലൈസ് ചെയ്ത് കാണാൻ ഞാൻ തയ്യാറില്ല. ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്ന തരത്തിലുള്ള കേരളത്തിൽ ജനാധിപത്യം മാറാൻ പാടില്ല. നമുക്കറിയാം കേരളത്തിലെ വോട്ടർമാർ വളരെ നന്ദിയുള്ള ആൾക്കാരാണ്. അവർ കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ കിറ്റുകളും ഒക്കെ വാങ്ങിച്ച ആൾക്കാർ വോട്ട് ചെയ്തതാണ്. അത് കണ്ടിട്ടും പിന്നെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നടത്തിയ ചില ഓപ്പറേഷൻസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് ഇങ്ങനെ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ഉറപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും പിന്തുണച്ചുകൂടാ. ശോഭാ സുരേന്ദ്രൻ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ പലതവണ മത്സരിച്ച ആളാണ്. മത്സരിച്ച് തോറ്റെങ്കിലും അവർ ഓരോ തവണ മത്സരിക്കുമ്പോഴും അവരുടെ ലീഡ് ഉയർത്തുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ എന്തെങ്കിലും ജയിക്കും. അത് പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് ഞാനിതിലൂടെ കാണുന്നത്. BJPയുടെ ഗോസായി രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ്നാട് മോഡൽ രാഷ്ട്രീയം ഇവിടെ കേരളത്തിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി ഞാൻ പറയുന്നു. ശരി, CP റാഷിദ്, ഇത് നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നായി മാറുമോ ഇത്തരത്തിലുള്ള വോട്ടിന് പണം എന്നുള്ളത്? ശോഭ പറയുന്നത് പക്ഷേ അവരെ കൊടുക്കുവാനുള്ള ശ്രമം എന്നാണ്. ഇത് ശോഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ. പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കണ്ടുവരികയാണ്. അതിൽ ഇത്തരത്തിൽ വോട്ടിന് പണം മാത്രമല്ല, വ്യക്തി അധിക്ഷേപങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അനഭിലഷണീയമായ കാര്യങ്ങൾ. മറ്റു ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സാധാരണഗതിയിൽ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായിരിക്കും ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായി ഞാനും വലിയ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പറഞ്ഞു വന്ന നിലവിലുള്ള ഇന്നത്തെ ഈ വിവാദം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. വിവാദങ്ങളുടെ ഒരു അറ്റം അത് തെരഞ്ഞെടുപ്പ് തലേന്ന് നടക്കുന്ന ഒരു വിവാദത്തിന്റെ അവസ്ഥ എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് ഇതൊരു BJP വോട്ടേഴ്സിനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച വോട്ടേഴ്സിനെ ഈ ഒരു വിഷയം ആ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഗ്രാഫിൽ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതേപോലെ തന്നെ ജനസ്വീകാര്യതയിലേക്കും എളുപ്പം ഡൈവേർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഒരു 4%, 5% വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പൊതുവിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങളിലോട് പ്രതികരിക്കാൻ എന്റെ ശ്രദ്ധ ഞാൻ അതിലേക്ക് കൊടുക്കാറില്ല. ഞാൻ പൊതുവെ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എങ്ങോട്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കുന്ന കാര്യം. അതെങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ BJP ഒരു നിർണായക ശക്തിയായി മാറും എന്നൊക്കെ രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്? പക്ഷേ UDFന് ഒരു തരംഗത്തിന് സഹായത്തോടെ ജയിച്ചു കയറാം എന്നത് മുതൽ അറ്റപ്പറ്റേ ജയിച്ചു കയറാം എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. അതിൽ ഏതിനൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത് ഇന്നുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ?
തെരഞ്ഞെടുപ്പ് തലേന്നാണ്. നിലവിൽ വന്ന സർവേകളോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ BJPയുടെ കാര്യത്തിൽ BJP ഒരു കുറച്ച് കാലങ്ങളായി 10-15 വർഷത്തിനിടയിൽ ഒരു ഗ്രാജുവലിയുള്ള വളർച്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് ഒരു 4-5 സീറ്റിലേക്ക് എത്താനുള്ള സാധ്യത വലിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷെ SAR വന്നതോടുകൂടി BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് വെട്ടപ്പെട്ടു പോയ വോട്ടുകൾ ഏത് രീതിയിൽ തിരിച്ചെത്തപ്പെട്ടിട്ടുണ്ടോ അതിന്റെ സ്വാധീനം എത്രത്തോളം എന്നുള്ളതായിരിക്കും BJPയുടെ റിസൾട്ടിനെ, അത് നേമം മുതൽ പാലക്കാട് മഞ്ചേശ്വരം വരെയുള്ള സീറ്റുകളെ സ്വാധീനിക്കാൻ പോകുന്നത്. അത് അന്തിമ റിസൾട്ടിൽ ഒരുപക്ഷെ നെഗറ്റീവായി ഈ BJP സ്ഥാനാർത്ഥികളെ, BJP രാഷ്ട്രീയത്തെ ബാധിക്കാനുള്ള കേരളത്തിൽ ഒരു സാധ്യത അതിൽ ഉണ്ട്. അതായത് SIR BJPക്ക് എതിരായി വരുമെന്നുള്ളതാണോ താങ്കൾ? BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലാണ് SAR ലിസ്റ്റ് വന്നപ്പോൾ വലിയ രീതിയിൽ നമ്പറുകളിൽ വോട്ടുകൾ പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ മറ്റും അറിയാൻ കഴിഞ്ഞത്. ആ അളവിൽ അത് തിരിച്ചു കയറിയില്ല എങ്കിൽ BJPയുടെ നമ്മൾ പലപ്പോഴും BJPയെ നമ്മൾ വിലയിരുത്തുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തുന്ന കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ കൂടി നോക്കിയാണ്. ആ അർത്ഥത്തിൽ വിലയിരുത്തി വന്നാൽ BJPയുടെ സാധ്യത എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ശരി, ശ്രീ ഷാബു പ്രസാദ്, പാലക്കാട്ടെ ഈ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറയുന്നു ശോഭാ സുരേന്ദ്രൻ വിന്നബിൾ കാൻഡിഡേറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇത് അവരുടെ സാധ്യതകളെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? പിന്നെ ശോഭ പറയുന്ന ഈ കാര്യം കൊടുക്കാൻ ശ്രമിച്ചു, നമ്മൾ അതിലേക്കൊരു വിശ്വാസ്യത കൊടുക്കേണ്ടതുണ്ടോ? ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. നോക്കൂ മഞ്ജുഷേ, ഇവിടെ പലപ്പോഴും ഇതിനു മുമ്പും നമ്മൾ ഈ ദൃശ്യങ്ങൾ വെച്ചുള്ള കളികളൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിക്കെതിരെയും ദൃശ്യങ്ങൾ വെച്ചുള്ള കുറച്ച് കളികൾ ഇവിടെ ഉണ്ട്. സുരേഷ് ഗോപി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു കോലാഹലം നമ്മളിവിടെ കണ്ടതാണ്. എത്ര വലിയ മാധ്യമങ്ങൾ ആഘോഷിച്ചൊരു സംഭവമാണത്. സുരേഷ് ഗോപിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മാധ്യമങ്ങളുടെയും ഈ പറഞ്ഞ പോലെ പ്രതിയോഗികളുടെയും ഏറ്റവും വലിയ ടാർഗറ്റ്. ഏതെല്ലാം ലെവൽ വരെ പോകാൻ പറ്റുമോ അത് മുഴുവനും പോയി. അവിടെ എന്താണ്, ലൂർദ് മാതാവിന് കൊടുത്ത കിരീടത്തിൽ ചെമ്പാണ്. ഇങ്ങനെയുള്ള ഏറ്റവും, ഞാൻ ഇതിന് കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത്ര വിശുദ്ധവും പിന്നെ എന്താണ് സാത്വികവും ഒന്നുമല്ല. അതായത് നത്തിങ് ഇസ് റോങ് ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി, എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ലെവലും സ്വീകരിക്കാം, അതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂ നോർമലായി മാറിയിട്ട് കാലങ്ങളായി. താങ്കൾ എന്താണ് അതിൽ കാണുന്നത്? ശോഭയെ കൊടുക്കാനായിട്ടുള്ള എന്ത് ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു വയോധികയുടെ വോട്ടിന് വേണ്ടി അവർ വോട്ട് ചെയ്യാൻ പോകുന്നു തന്നെ ഉറപ്പില്ല, കാര്യം അത്ര വയ്യ അവർക്ക്. അതിനുവേണ്ടി 5000 രൂപ കൊണ്ട് കൈക്കൂലി കൊടുക്കാനും മാത്രം വിട്ടുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ലായിരിക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടെ ഇതിൽ നിന്ന് ഇന്നത്തെ ഈ ഇപ്പോഴുണ്ടായി അവസാന നിമിഷത്തിലുണ്ടായ കാര്യം ഒരുപാട് നമുക്ക് അതിൻ്റെ അകത്ത് there are so many dots to be filled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംഗിളിൽ നിന്ന് ഒരേ സമയം വീഡിയോ എടുക്കുന്നു. അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് ആ സ്ത്രീയോടൊപ്പം നിൽക്കുന്നു. ആ വളരെ ശ്രദ്ധയോടെ എടുക്കുന്ന വീഡിയോയിൽ അവരുടെ മുഖം കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു പുകമറയുടെ ലക്ഷണങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് സംശയത്തിന്റെ നിലയിൽ നിർത്താവുന്ന രീതിയിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് ഇനിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ഈ ഉത്തരേന്ത്യൻ മോഡൽ BJPയുടെ ഈ കാശ് കൊടുക്കൽ രാഷ്ട്രീയം അതിവിടെ വിലപ്പോവുകയില്ല എന്ന്. നോക്കൂ, അല്ല ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാശ് കൊടുക്കൽ മോഡൽ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അദ്ദേഹം ഈ ആനന്ദ് കൊച്ചുകൂടി കുറച്ച് കാണരുത്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പൊ മോഹൻ വർഗീസ് സാറ് പറഞ്ഞു, എന്റെ മഞ്ജുഷേ, നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയുടെ കരിയർ ആരംഭിക്കുന്നത് ഒരു പെരും നുണ പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? ഇപ്പം ഇവിടെ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവൻ ആദ്യം ചെയ്യുന്ന ഒഫീഷ്യൽ ഡിക്ലറേഷൻ എന്താണ്? എല്ലാ കാൻഡിഡേറ്റ്സും ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇത്ര രൂപയെ ചെലവാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വാരി എറിയുന്നത് കോടികളാണ്, നമുക്കറിയാം. ഇങ്ങനെ ഒരു പെരും നുണ പറഞ്ഞുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യമാണ് പറയുന്നത്. അവന്റെ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത് തന്നെ പണം വാരി എറിഞ്ഞുകൊണ്ടാണ്. അതത്ര ഈ പറഞ്ഞ പോലെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞില്ല, ആ പോസ്റ്റർ അടിക്കുന്നതിനൊന്നും പറയേണ്ട കാര്യമാണത്. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒഴുകുന്നത് മുഴുവനും കള്ളപ്പണമാണ്, നമുക്കറിയാവത്.
അവിടെ അവിടെ എന്തും നടക്കും. അതിന് ഉത്തരേന്ത്യൻ മോഡൽ എന്നും പറയണ്ട. കേരള മോഡലും അത്ര മോശമൊന്നുമല്ല. കേരള മോഡൽ ഒട്ടും മോശമല്ല, ഒട്ടും തിരക്കേടില്ലാത്ത നല്ല ഗംഭീരമായിട്ട് സർവവൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ട്. ജാതി മത വർഗീയ പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ കൊട്ടിഘോഷിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും മതേതരത്വവും തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും ഒന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. വെറുതെ നമ്മൾ ഈ ആവശ്യമില്ലാതെ വെറുതെ പൊങ്ങച്ച വടിച്ച് നടക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലെ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇപ്പൊ എനിക്ക് എന്റേതായ രാഷ്ട്രീയ വിശ്വാസമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇല്ലെന്നും മഞ്ജുഷ പറയാമോ? മഞ്ജുഷ, ഈ കാൻഡിഡേറ്റ്സും ഈ ജയിച്ചു വരുന്നവരും കൊടുക്കുന്ന ഡിക്ലറേഷന്റെ അകത്ത് 1% സത്യമുണ്ടോ മഞ്ജുഷേ? നമ്മൾ ഈ വർണ്ണപ്പൊലിമയെ കാണുമ്പോൾ അവർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ സത്യമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം കോലാഹലമാണ് നടക്കുന്നത്. മറ്റൊരു കാര്യം, അതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരു മാതൃക കൂടി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാം. പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ, താങ്കൾ കൂടി സമ്മതിക്കുന്ന ഒരു കാര്യമായിരിക്കും. പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ UDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരു മാതൃകയായിരിക്കും മിക്കവാറും. കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചെലവില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിതിൻ ഗഡ്കരി കാണിച്ചത് ഒരു മാതൃകയാണ്. നാഗ്പൂർ മണ്ഡലത്തിൽ ചുവരെഴുത്തുകളില്ലായിരുന്നു, കൊടിതോരണങ്ങളില്ലായിരുന്നു, ഇതൊന്നുമില്ലായിരുന്നു. നാഗ്പൂർ മണ്ഡലത്തിൽ അങ്ങനെയാണ് നിതിൻ ഗഡ്കരി ജയിച്ചത്. ഇത് ചാണ്ടി ഉമ്മൻ കാണിച്ചത് നല്ല മാതൃകയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യം. അത് ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തെ അഴിമതിയുടെ വേരുകൾ കിടക്കുന്നത് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്ന പണത്തിലാണ്. ഈ കോടിക്കണക്കിന് രൂപ വാരി എറിയുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും അവന്റെ കയ്യിൽ നിന്നും കൂടെ മുടക്കണം. ഇതിവന് തിരിച്ചു പിടിക്കണം. അല്ല, ആ പൊലിമ കൂടുതൽ കാണിക്കുന്നത് BJP ആണ് കേട്ടോ. BJP ആണ് ഏറ്റവും കൂടുതൽ പൊലിമ കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. ഞാൻ ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. കാര്യം ഈ ഇപ്പോഴത്തെ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഫാക്റ്റാണ്, അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിന്ന് ചിന്തിക്കാനാവില്ല. ചാണ്ടി ഉമ്മനും നിതിൻ ഗഡ്കരിയും ഒക്കെ എക്സെപ്ഷൻസ് ആണ്. ഇതൊരു ടോട്ടൽ സിസ്റ്റം അങ്ങനെ കറക്റ്റ്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അപ്പോൾ ശോഭയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വീണ്ടും സമീകരിക്കുകയാണ്. ഈ എന്താണ്, എല്ലാവരും നുണ പറയുന്നു, സത്യവാങ്മൂലം, വ്യാജ സത്യവാങ്മൂലം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ മാത്രമേ ചിലവാക്കുന്നുള്ളൂ എന്ന് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും ഇതുമായിട്ട് കൈക്കൂലി കൊടുക്കുന്നതുമായിട്ട് സമീകരിക്കുകയാണ്. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിനെ കുറിച്ച്. ഇവിടെ BJP കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്നു, ഇവിടെ 10 അല്ല, ഇപ്പോൾ 12 വർഷമായി ഭരിക്കുന്നു. അവർക്ക് ഈ ഒരൊറ്റ ഇപ്പോൾ മറ്റ് പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന BJP ആരെയും കൂസാതെ, ആരെയും മുഖവിലേക്ക് എടുക്കാതെ പല നിയമങ്ങളും നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കിയെടുക്കുന്ന BJP, അവർക്ക് നമ്പേഴ്സും ഉണ്ട്. അവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ഇവിടെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR മുതൽ പല സംഘടനകൾ പറയുന്നതാണ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് ഇലക്ഷൻസ് വേണമെന്ന്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന് BJP പറയുന്നുണ്ടല്ലോ. ഭരണഘടനാ ഭേദഗതി വേണം. അല്ല, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. അത് വേറൊരു എന്താണ്, അതിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് ഇലക്ഷൻസിന് അതുപോലെയുള്ള ഒരു പ്രശ്നവുമില്ല. വളരെ എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാവുന്ന ഒരു നിയമമാണ്. ഇവിടെ ഈ കള്ളപ്പണത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി അവസാനം ഇപ്പോൾ ഈ അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്ത് കൊണ്ടുവന്ന ഒരു സ്കീം അറിയാമല്ലോ. ആർക്കും തെരഞ്ഞെടുപ്പ് ഓരോ പാർട്ടികൾക്കും ആരാണ് പൈസ കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സർക്കാരിന് മാത്രമാണ് അറിയാൻ കഴിയുന്നത് ഏതൊക്കെ ആൾക്കാർ ആർക്കൊക്കെയാണ് പണം കൊടുക്കുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് ആരാണ് പണം കൊടുക്കുന്നതെന്ന് ഇവിടെ സർക്കാരിന് അറിയാം, മറ്റാർക്കും അറിയില്ല. അതുപോലെ ട്രാൻസ്പെറൻസിക്ക് വിരുദ്ധമായിട്ടുള്ള ഇവിടെ ഈ എന്താണ്, എല്ലാ കാര്യങ്ങളും പരമാവധി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കണം എന്ന് പറയുന്ന, അഴിമതി ഒട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എന്ന് സ്വയം അവകാശപ്പെടുന്ന
പ്രധാനമന്ത്രിയും BJP-യോടെ ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ്. അല്ല, കേരളത്തിൽ BJP-യും NDA-യുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പണം ഒഴുക്കുന്നതെന്നും വോട്ടിന് കോഴ നൽകുന്നത് എന്നുമുള്ള ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? നേരത്തെ സുരേന്ദ്രന്റെ കേസ് ഇവിടെ വന്നതാണ് മുൻപ്. അല്ല, അതും ഇതും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെയുള്ള നിയമങ്ങൾ, അതായത് ഈ ഫണ്ടിങ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നമുക്ക് പണം കൊടുക്കാം എന്നുള്ള നിയമം വരുന്നത് തന്നെ ഇതുപോലെ BJP-ക്ക് ചിലവഴിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഈ കയ്യിൽ അളവറ്റ പണമൊന്നുമില്ലല്ലോ. ഇതുപോലെയുള്ള ആൾക്കാർ സംഭാവന ചെയ്യണം. ഇതുപോലെ മുതലാളിമാരും മറ്റ് ഈ പലതരം ആവശ്യങ്ങളുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളികൾ സംഭാവന ചെയ്യണം. ആ സംഭാവന വാങ്ങിക്കാൻ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന തരത്തിലുള്ള വളരെ ഒപ്പേക്കായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ട് അവർ ധൂർത്തടിക്കുന്നു. അതിനെ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് അത് വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് BJP-ക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. എന്നിട്ട് കൈക്കൂലി കൊടുക്കുന്നതിനെ അതുമായിട്ട് സമീകരിക്കുകയാണ്. ഇത് എനിക്ക് മാത്രമാണോ ഈ പ്രശ്നം തോന്നുന്നത്, അതോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് അവർ വിലയിരുത്തട്ടെ. ശരി, CP റാഷിദ്, താങ്കൾ യോജിക്കുന്നുണ്ടോ ആനന്ദ് കൊച്ചുകൂടിയുടെ ഈ അഭിപ്രായത്തോട്? ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതായിരുന്നു, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിവാദം എന്നുള്ളതിനപ്പുറം വലിയ ഒരു പ്രാധാന്യമില്ല. പക്ഷേ ലീഗലി ഇതൊരു തെറ്റാണ്, തെരഞ്ഞെടുപ്പ് റൂൾ പ്രകാരം ഇതൊരു വലിയ അനീതിയാണ് എന്നുള്ളതിനപ്പുറം ഇത് വോട്ടേഴ്സിനെ, ഈ പണം കിട്ടിയ വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നതിനപ്പുറം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് കുത്തപ്പെടുന്ന മനുഷ്യരിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് എത്രത്തോളം വിവാദം കത്തിച്ചാലും ആ ഒരു വോട്ടിംഗ് ബാങ്കിനെ, വോട്ടിംഗ് പാറ്റേണിനെ ഇത് സ്വാധീനിക്കില്ല. അത് BJP രാഷ്ട്രീയം അങ്ങനെയാണ്. BJP-യുടെ രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമല്ല. ശോഭാ സുരേന്ദ്രൻ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗറിന് ആ രീതിയിൽ വോട്ട് നെഗറ്റീവായി മാറാനും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണിത്. മാധ്യമങ്ങൾ ആ ഒരു വാർത്തക്കുള്ള ഒരു സാധ്യത എന്നതിനപ്പുറം വോട്ടിങ്ങിനെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പരിധി വിട്ട ഒരു ചർച്ചയ്ക്കുള്ള ഒരു തലം ഇതിൽ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ചിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് എങ്ങോട്ടേക്ക് തിരിയും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നേരത്തെ ചോദിച്ചതിൽ ടൈറ്റ് ഫൈറ്റ് എന്നുള്ള നിരവധി ചാനലുകൾ വന്ന സർവേകളോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. ഞാൻ 10-17 തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നു, നിലവിൽ നടന്ന ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ, പൊളിറ്റിക്കൽ ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടൈറ്റ് ഫൈറ്റിലേക്കുള്ള ഒരു സാഹചര്യമില്ല. CPM ചരിത്രത്തിലില്ലാത്ത ഇടത് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാക്കുന്ന തെരഞ്ഞെടുപ്പായി മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വിംഗ് വോട്ടേഴ്സ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ സാമുദായികമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ പല കാരണങ്ങൾ കൊണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയം ആവശ്യത്തിനും അനാവശ്യത്തിനും ചർച്ചയാക്കപ്പെടുന്ന കേരളത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകുന്ന വോട്ടിന്റെ സ്വിംഗ് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഈ രണ്ട് വോട്ട് ബാങ്കിനോടൊപ്പം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് CPM-ൽ നിന്ന് BJP പിടിക്കുന്ന വോട്ടും കൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയ രീതിയിൽ, വോട്ട് ഗ്രാഫിൽ വലിയ രീതിയിലുള്ള കുറവിനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. അതായത് VD സതീശൻ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ? VD സതീശൻ പറയുന്ന രീതിയിലേക്ക് നമ്പറുകൾ ഞാൻ ഇന്ന് പറയുന്നില്ല. ആ രീതിയിൽ VD സതീശൻ 100 എന്നുള്ളതാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഡിക്ഷൻ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പെർസെന്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളെ ആ തരത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു സ്വീപ്പിലേക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈ സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സ്വിംഗ് വോട്ടേഴ്സിനെ സാമുദായികമായി നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടിൽ നിന്നുണ്ടാകുന്ന സ്വിംഗ് വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ സ്വാധീനിക്കും. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് കേവലം 1-2 മാസമല്ല. ഈ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് തുടക്കകാലം തൊട്ട് തന്നെ അത് പ്രതിരോധത്തിലായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈ ഇലക്ഷൻസ് ആയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 ബൈ ഇലക്ഷൻസ്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ബൈ ഇലക്ഷൻസ്. ഇത് രണ്ടിന്റെയും ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയ രീതിയിൽ കുറയുകയാണ്. ഈ അഞ്ച് അസംബ്ലി സീറ്റിന്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോന്നി ഉൾപ്പെടെ, വട്ടിയൂർക്കാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്ത് മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയമായിരുന്നു. എന്നാൽ ഇന്ന് ആ രീതിയിലല്ല. പല സീറ്റുകളിലും പുറകോട്ട് പോവുകയാണ്. ബൈ ഇലക്ഷൻസിൽ പോലും ജനം ആ രീതിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യാശാപരമായ ഒന്നും തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വരാനുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ മോഹൻ വർഗീസ്, CP റാഷിദ് അത് വസ്തുനിഷ്ഠമായി അദ്ദേഹം വിലയിരുത്താറുള്ളതാണ്. നാളെയോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു
പൂർണ്ണമായ വിലയിരുത്തൽ എത്ര സീറ്റുകളുടെ എണ്ണം എന്നതിലേക്ക് കൂടി പോകാവുന്നതാണ്. കാരണം ഈ പോളിംഗ് ശതമാനം വന്നതിന് ശേഷം താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ നിരീക്ഷണങ്ങളോട്? തീർച്ചയായും ഞാൻ CP റാഷിദ് പ്രവചന വരമുള്ള ഒരാളാണ്. തീർച്ചയായും ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന എൻ്റെ ഒരു നല്ല ചങ്ങാതി കൂടിയാണ് ശ്രീ CP റാഷിദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിലേക്ക് ഞാൻ വരും. അതിന് മുമ്പ് ഒരു സെക്കൻഡ് ഉണ്ട്. കാരണം സാധാരണഗതിയിൽ ഈ ഡിബേറ്റുകളിലൊക്കെ ഞാൻ പരമാവധി മാന്യത പുലർത്താറുണ്ട്. എന്നെക്കുറിച്ച് വരുന്ന പരാമർശങ്ങൾക്ക് ഞാൻ പരിഗണന കൊടുക്കാതെ വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നങ്ങനെയല്ല. യൂട്യൂബ് ചാനലുകൾ കണ്ട് വന്ന് അഭിപ്രായം പറയുന്ന ഒരാളാണ് ഡോക്ടർ മോഹൻ വർഗീസ് എന്ന് പറഞ്ഞാൽ മറുപടി പറയാതിരിക്കാനൊന്നും ആവില്ല. ശ്രീ ആനന്ദ് കൊച്ചുകുടി കൃത്യമായി മറുപടി പറഞ്ഞിരിക്കും. അതായത് ഒരു പാനലിസ്റ്റ്, ഒരു സഹ പാനലിസ്റ്റ്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി അല്ലാതെ യൂട്യൂബ് ചാനലുകളിൽ താങ്കൾ നടത്തുന്ന വിശകലനങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യൂട്യൂബ് ചാനൽ ഞാൻ വിശകലനം നടത്തിയെന്നിരിക്കും, പലരും വിശകലനം നടത്തിയെന്നിരിക്കും. ഇത് ഇവിടെ പറയാനുള്ള വിഷയമല്ല. താങ്കൾ മാന്യമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഒരു നിഷ്പക്ഷമായ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിയോടാണ് ഈ പറയുന്നത്. താങ്കൾ നടത്തുന്ന യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ നടത്തിയെന്നിരിക്കും, വേറെ പലയിടത്തും നടത്തിയെന്നിരിക്കും. അത് വെച്ചതിന് ശേഷം എൻ്റെ അഭിപ്രായമാണ്, പൂർണ്ണ ആർജവത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിക്കും മനസാക്ഷി അടിയറ വെച്ച ആളല്ല ഞാനെന്ന് ഓർക്കണം. അങ്ങനെ ഒരാളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പറയുമ്പോൾ അത് കേൾക്കാനും കൂടെ കഴിയണം. അല്ലാതെ ഏകപക്ഷീയം വേണമെങ്കിൽ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകുടി. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, മാന്യത എന്ന് പറയുന്നത് ഒരു ദൗർബല്യമാണെന്ന് കാണരുത് ശ്രീ ആനന്ദ് കൊച്ചുകുടി. അതുകൊണ്ടാണ് ഇനി വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശ്രീ റാഷിദ് പറയുന്ന ഒരു കാര്യം വലിയ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു റിപ്പിളിൽ നിന്നാണ് ഒരു വേവ് ഉണ്ടാകുന്നത്. ഒരു വേവാണ് അവസാനം സുനാമിയായി വരുന്നത്. ഈ സുനാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ചില ചലനങ്ങളാണ്. ഒന്നുകിൽ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമാണ്. ഏതെങ്കിലും ഒരു കാരണമുണ്ടാകാം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന, കടലിനടിയിൽ മറഞ്ഞിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പലതും നടക്കുന്നുണ്ട്. ചെറുതായി അതൊരു വെയ്വായും സുനാമിയായും കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സുനാമിയുടെ ലക്ഷണങ്ങൾ മലബാർ മേഖലയിൽ കാണുന്നുണ്ട്. അത് പ്രകടമായി ഉപരിതലത്തിൽ ആ സുനാമി ദൃശ്യമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകാം. VD സതീശൻ പറഞ്ഞ 100-നെ അധികരിച്ച അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ആളല്ല. പക്ഷേ മധ്യ കേരളത്തിൽ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. മധ്യ കേരളത്തിൽ ചെറിയ ചലനം, ഈ ഇസ്ലാമോഫോബിയ പറഞ്ഞുകൊണ്ട് കുറേ കാലം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒരുപക്ഷെ ഈ സംശയത്തിന് മുന നൽകി മാറ്റി നിർത്തിയിരുന്നു. അതിൽ LDFും UDFും ഒക്കെ പല സമയങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇസ്ലാമോഫോബിയ കേരളത്തിൽ വലിയൊരു വിഷയമല്ല, ചെറിയ വിഷയമാകും. അതൊരു പക്ഷേ ചെറിയ രീതിയിൽ BJP ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ മലബാർ മേഖലയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വൻ പിന്തുണ UDFന് ലഭിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങൾ, പാലക്കാട് ചില കേന്ദ്രങ്ങൾ, കണ്ണൂരെ ചില കേന്ദ്രങ്ങൾ, ഇതെല്ലാം വലിയ തോതിൽ UDF പക്ഷത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിൻ്റെ സ്പൈറലിംഗ് ഇഫക്റ്റ് തെക്കോട്ടും മധ്യ കേരളത്തിലും തെക്കോട്ടും ഉണ്ടായാൽ ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് വോട്ടിങ്ങിനെ മാത്രം വെച്ചുകൊണ്ട് വിലയിരുത്തുന്നതല്ല, ഒരു മനസ്സിൻ്റെ ഒരു രൂപീകരണമാണ്. അത് ഒരു തള്ളിക്കളയാനാവില്ല. ക്രിസ്ത്യൻ വോട്ടും ഇപ്രാവശ്യം തീർച്ചയായും UDFിലേക്ക് പ്രധാനമായും സ്വാംശീകരിക്കും എന്ന് എത്രയോ ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് വീണ്ടും പറയുന്നു. ഇവിടെ LDF അനുകൂലമോ UDF അനുകൂലമോ BJP അനുകൂലമോ എന്നല്ല. ഈ കാണുന്ന ചിത്രം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിനിടയിലും വിഷയങ്ങൾ എടുക്കുന്ന രംഗത്തും ഒക്കെ കാണുന്ന ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. മധ്യ കേരളത്തിൽ ഒരു ചെറിയ UDF മുൻതൂക്കം കൊണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചെറിയ തോതിൽ വോട്ടുകൾ UDFന് അനുകൂലമായി തിരിയുന്നു. തെക്കൻ കേരളത്തിൽ പഴയ സ്ഥിതി തുടരാനാണ് സാധ്യത, വിത്ത് ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ ദി UDF. ഇതാണ് ഞാൻ കാണുന്ന ചിത്രം. അതിന് ഇപ്പോഴത്തെ നിലയിൽ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള നിലയിൽ വോട്ടിംഗ് ശതമാനം കണ്ടാൽ മാത്രമേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഓരോ മേഖല പ്രതികരിച്ചതെന്നൊരു സൂചന കിട്ടൂ. അത് റാഷിദ് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ റാഷിദിൻ്റെ ചിന്ത പൂർണ്ണമായി അസ്ഥാനത്തല്ല. ഈ മുൻകാലങ്ങളിലൊക്കെ റാഷിദിൻ്റെ പ്രവചനങ്ങൾ തെറ്റിയിട്ടില്ല. കൃത്യമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ തന്നെയാണ് എന്നോടൊപ്പം ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിഗമനങ്ങൾ യഥാർത്ഥത്തിൽ കരുതേണ്ടതാണ്. അജണ്ട സെറ്റ് ചെയ്ത് ഇടതുപക്ഷം മുന്നോട്ട് പോയി. എന്താണ് വികസന അജണ്ട, ഡെവലപ്മെൻറ്റ് അജണ്ട, ഫ്രീ ബി പോളിറ്റിക്സ് അജണ്ട. ഇതിനോട് വലിയ വൈകാരികമായിട്ടൊന്നുമല്ല കേരള ജനത പ്രതികരിച്ച് കണ്ടത്. അതേസമയം ഒരു നെഗറ്റിവിസ്റ്റ് ആണെന്ന് തോന്നാവുന്ന അഴിമതി ആരോപണങ്ങൾ, അതിന് ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല ട്രാക്ഷൻ ലഭിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് UDF ഈ വികസന അജണ്ടയിൽ നിന്നും അഴിമതി അജണ്ടയിൽ നിന്നും മാറി ഡീൽ അജണ്ടയിലേക്ക് പോയത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധ്യത കണ്ടുകൊണ്ടാണ്. അത് വെറുതെയാണെന്നാണ് പലരും ഇതുവരെ ചിന്തിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നു, അങ്ങനെയല്ല.
വ്യക്തമായ കൺസോളിഡേഷൻ പോളിറ്റിക്സ് കണ്ടുകൊണ്ട് തന്നെയാണ് ഡീൽ. ഇപ്പോൾ ഇതാ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ശ്രീ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അനുരണങ്ങൾ, അതിൻ്റെ ഗുണഫലം UDF-ന് പല സീറ്റുകൾ രൂപത്തിൽ ലഭിക്കാനുള്ള കാര്യത്തിൽ പറയുന്നത് അതൊരു നിസ്സാര സംഭവമാണ്. പാലക്കാട് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കുകയും പാലക്കാട് നിസ്സാര സംഭവമാണ് ശ്രീ റാഷിദ്. പാലക്കാട് നിസ്സാര സംഭവമാണ്. ശോഭാ സുരേന്ദ്രന് കിട്ടാവുന്ന വോട്ടുകളൊക്കെ അവിടെ കിട്ടും, അതല്ല വിഷയം. പക്ഷേ ആരാണ് BJP-യെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത്? UDF ആണോ LDF ആണോ? അപ്പോൾ UDF ഉയർത്തുന്ന ഡീൽ ആരോപണത്തിന് കുറച്ചൊക്കെ സ്ഥിരീകരണം വരുന്ന രീതിയിൽ ചില മനസ്സുകളെങ്കിലും ആടിയാൽ അതിൻ്റെ പ്രയോജനം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ലഭിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വോട്ടിന് കോഴ നടത്തുന്നുണ്ട്, സാരി വിതരണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നവരിൽ LDF ഉണ്ടായിരുന്നു. LDF ഉണ്ട്. LDF ഈ ആരോപണം ഉന്നയിക്കുന്നു, UDF ഉന്നയിക്കുന്നു. പക്ഷേ ഇന്ന് ഫോട്ടോയുമായി പുറകെ നടന്ന് ഫോട്ടോ പിടിച്ച് കൃത്യമായി അതൊരു വിവാദമാക്കി മാറ്റിയത് അത് അനുവദനീയമാണ്. വിവാദമാക്കി മാറ്റിയതെന്നും പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് ആനന്ദ് കൊച്ചുകൂടി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് ഞാൻ കോൺഗ്രസിനെതിരെ പറയുന്നു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനല്ലല്ലോ പറയുന്നത്. ഇത് ഒരു വിഷയമായി വരുന്നു, അത് നല്ല കാര്യമാണ്. അതുപോലെ നേരത്തെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ സമീകരിക്കുക, ഒരു 10 പ്രാവശ്യം സമീകരിക്കുക എന്ന വാക്ക് പറഞ്ഞതുകൊണ്ടൊന്നും സമീകരണമൊന്നും നടക്കില്ല. തെറ്റ് തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. സമീകരിച്ച ഷാബുവാണ്. അല്ല, സമീകരിച്ചു, ഷാബു പ്രസാദ് സമീകരിച്ചു എന്ന് പറയുന്നു. ഞാനും അതിനെ സമീകരിക്കാൻ ശ്രമിച്ചു എന്നാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പറയുന്നതിൻ്റെ കാമ്പ് എന്താണ്? പറയുന്നത് കൃത്യമായി കേട്ടാൽ മനസ്സിലാകും അതിൻ്റെ കാമ്പ് എന്താണ്. ഈ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതാണ്, പലപ്പോഴും സർഫസ് ചെയ്യാറില്ല എന്ന് തന്നെയാണ് റെക്കോർഡ് ചെയ്ത് നോക്കൂ. ഞാനങ്ങനെയല്ലേ പറഞ്ഞത്? എക്കാലത്തും നടന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഹരിശ്ചന്ദ്രന്മാരില്ല എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. ഇവിടെ ആരും UDF ആകട്ടെ LDF ആകട്ടെ BJP ആകട്ടെ, ഇത് ഏതെങ്കിലും ഒരു കക്ഷി വാഴ്ത്തപ്പെട്ട കക്ഷിയാണ്, ഞങ്ങൾ ഒരിക്കലും പണമോ മറ്റ് സ്വാധീനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ അത് വിശ്വസിക്കുക ശ്രീ മഞ്ജുഷ്. അതുകൊണ്ടാണ് ഇതൊരു പൊതുനിരീക്ഷണമാണ്. ആനന്ദ് കൊച്ചുകൂടി മറുപടി, കാരണം താങ്കൾ അത് BJP-യിലേക്ക് മാത്രം കൊണ്ടുവരികയായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, ഞാനിത് BJP-യിലേക്ക് മാത്രം കൊണ്ടുവരിക എന്നുള്ളതല്ല. ഞാൻ ഇതിനെ ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് ഏതെങ്കിലും തരത്തിൽ അതിനെ ഒരു സഹായകരമാകുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആർഗ്യുമെൻ്റ് കൊണ്ടുവരുമ്പോൾ അത് ഏത് പാർട്ടിയാണ്, ഇന്നിപ്പോൾ കോൺഗ്രസോ CPM-ഓ പിടിക്കപ്പെട്ടിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ പറഞ്ഞേനെ. പക്ഷേ BJP-യുടെ കാര്യമായതുകൊണ്ട് ഞാനിത് ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. കാരണം തൃശ്ശൂരെ കാര്യങ്ങൾ പലതും ഇങ്ങനെ ഇപ്പോഴും ചർച്ചയിലുണ്ട്. ഇപ്പം എനിക്ക് തൃശ്ശൂർ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പൂങ്കുന്നം കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനം എന്താണ് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ ശ്രീ മോഹൻ വർഗീസിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ പറയുന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയുന്നു, CPM-ന് അനുകൂലമായിട്ടോ എതിരായിട്ടോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഞാൻ ആകെ പറഞ്ഞത് ഈ യൂട്യൂബ് ചാനലുകളെ കുറിച്ചാണ്. എന്നെ പല യൂട്യൂബ് ചാനലുകളും, അതായത് ഈ BJP അനുകൂല യൂട്യൂബ് ചാനലുകൾ എന്ന് കൃത്യമായിട്ട് പറയാം, BJP-യുടെ പൈസ വാങ്ങിച്ച് ഇവിടെ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന കുറേ പേരുണ്ട്. എന്നെ പലരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അത് ഈ ചർച്ച കാണുന്ന ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഈ TV ചാനലുകളൊന്നും ചാനൽ ചർച്ചയ്ക്ക് പൈസയൊന്നും കിട്ടുന്നില്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലോറിൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ പോയിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ യൂട്യൂബ് ചാനലുകൾ അവരുടെ പൈസയ്ക്ക് വേണ്ടിയോ അല്ലാതെ ഈ വേറെ എന്തെങ്കിലും കാരണത്താലോ ആ ചാനലുകളിൽ പോയിരുന്ന് ആ ചാനലുകളുടെ എഡിറ്റോറിയൽ പോളിസിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവരുടെ ക്യാപ്ഷനൊക്കെ കണ്ടിട്ടില്ലേ? പല BJP അനുകൂല യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ ആരിരുന്നാലും, അവിടെ ശ്രീ മോഹൻ വർഗീസ് ഇരുന്നാലും മറ്റാരെങ്കിലും ഇരുന്നാലും അവരുടെ ക്യാപ്ഷനൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. അത് സാധാരണ ഒരു മാധ്യമത്തിൻ്റെ നിലവാരമില്ലാത്ത പല മഞ്ഞ യൂട്യൂബ് ചാനലുകളും ഇവിടെ കേരളത്തിലുണ്ട്. അതിൽ പോയി വിശകലനം നടത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പലപ്പോഴും പറയുന്നത് പല ആൾക്കാരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശ്രീ മോഹൻ വർഗീസിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയല്ല, ഞാൻ പൊതുവെ പറയുകയാണ്. ശ്രീ മോഹൻ വർഗീസ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറഞ്ഞതുപോലെ ഞാൻ പൊതുവെ ഒരു നിരീക്ഷണം നടത്തുകയാണ് ഈ കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളെ കുറിച്ചും. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എനിക്കത് പ്രത്യേകിച്ച് അത് പറയാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല. അല്ലല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വ്യക്തിപരമായ രീതിയിലേക്ക് വരരുത് എന്ന് ഞാനും പറയുകയാണ്. അല്ല, അദ്ദേഹവും ഇതുപോലെ പല യൂട്യൂബ് ചാനലുകളിലും പോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്താണ് അദ്ദേഹം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പറയുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് ക്രെഡിബിലിറ്റി കൊടുക്കാൻ അദ്ദേഹവും കാരണമായിട്ടുണ്ട്.
ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ. എല്ലാത്തരം യൂട്യൂബ് ചാനലുകളിലും ഞാൻ പങ്കെടുക്കുന്ന ആൾ കോൺഗ്രസ് അനുകൂലമാകട്ടെ BJP അനുകൂലം ഞാൻ നിറം നോക്കാറില്ല. പറയുന്ന അഭിപ്രായത്തിൽ ഉറഞ്ഞു നിൽക്കുന്നു. അവരെന്താണ് തംബ്നെയിൽ കൊടുക്കുന്നത് എന്ന് എനിക്ക് അതിൻ്റെ മേൽ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളാണ്. പറയുന്നതിന് നേരെ എതിരായുള്ള തംബ്നെയിൽ കൊടുത്താൽ നമുക്ക് അവരോട് പറയാനേ പറ്റൂ, മറ്റൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലുകളും പറഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കുന്നത് ആരോഗ്യപരമായ ഒരു കാര്യമല്ല. കാരണം ഇതൊരു യൂട്യൂബ് ചാനലല്ല, ഇതൊരു അംഗീകൃതമായ ഒരു ചാനലാണ്, ഒരു ടെലി ചാനലാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്ന ഒന്നും ആരോഗ്യപരമല്ല. അത് ഞാൻ പറയുന്നു. താങ്കൾ ഒരേപോലെ സമീകരിക്കുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. താങ്കൾ പറയുന്നു BJPയും കോൺഗ്രസും CPMും ഒരേപോലെയാണെന്ന്. ഞാനൊരു മതേതര കാഴ്ചപ്പാടുള്ള ആളാണ്. താങ്കൾക്ക് അങ്ങനെ അല്ല, BJPയും കോൺഗ്രസും CPMും ഒരേപോലെയാണെങ്കിൽ അങ്ങനെ താങ്കൾക്ക് പറയാം. ഇവിടെ BJPയെ പലതരത്തിൽ വെള്ളപൂശിക്കൊണ്ട് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് താങ്കൾ ഒരു ചട്ടുകമായി മാറാൻ താങ്കൾക്ക് ഏറെക്കാലമായ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നിഗൂഢമായ വ്യക്തിത്വമൊന്നുമല്ല. അങ്ങനെ BJPക്ക് അനുകൂലമായി BJP ആളുകൾ തന്നെ എത്രയോ എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു നിലപാടൊന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി നിഷ്പക്ഷമായി ഒരു വിഷയത്തിൻ്റെ മെറിറ്റ് എടുത്തുകൊണ്ട് ചിലപ്പോൾ BJP വിമർശിച്ചെന്നിരിക്കും, ചിലപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചെന്നിരിക്കും, ഇടതുപക്ഷത്തിന് നേരെ വിമർശനം ഉന്നയിച്ചെന്നിരിക്കും. ആ മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ ആണ് അവിടെ വിഷയം. അല്ലാതെ അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ചാനലുകൾ വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നിറമനുസരിച്ചോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തീട്ടൂരമനുസരിച്ചോ പ്രവർത്തിക്കാൻ മറ്റു പലരെയും കിട്ടിയേക്കാം, എന്നെ കിട്ടില്ല. അത് വെച്ചിട്ട് വില പറയാൻ നോക്കണ്ട ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ശരി, നിങ്ങൾ തമ്മിലുള്ള തർക്കം നിർത്തുക. ശ്രീ ഷാബു, താങ്കളും ഈ വിഷയത്തെ സമീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിമർശനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അല്ലെന്ന്, ഇവിടെ സമീകരണത്തിന്റെ വിഷയമൊന്നുമില്ല മഞ്ജുഷേ. ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞത് മുഴുവനും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം അത്ര ശുദ്ധവും പരിശുദ്ധവും സാത്വികവും ഒന്നുമല്ല. സർവ്വ കളികളും ഇവിടെ നടക്കുന്നുണ്ട്. സർവ്വ കളികളും പിടിക്കപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ കള്ളനാവുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം ഇവിടെ സർവ്വതും നടക്കും. അത് നടക്കുന്നുണ്ട്. അതിന് സമീകരണം എന്നുള്ള ആ ഒരു വാക്കൊക്കെ കൊണ്ടുവന്ന് അതിനെ എന്താണ് ഷുഗർ കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതല്ല ഇവിടെ. പിന്നെ കൈക്കൂലി കൊടുത്ത് ഞാൻ ഇത്ര പറയുന്നുള്ളൂ. എനിക്ക് ശോഭാ സുരേന്ദ്രനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. പാലക്കാട് പോലെ സ്ഥലത്ത് ഒരു വൃദ്ധയായ രോഗിണിയായ ഒരു സ്ത്രീക്ക് അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ ശരിക്ക്. അവർക്ക് 5000 രൂപ കൈക്കൂലി കൊടുത്തുകൊണ്ട് നാളെ വോട്ട് ചെയ്യിക്കേണ്ട ആ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ചില കാര്യങ്ങളില്ല. ഞാൻ പറയുന്നില്ലല്ലോ എല്ലാം അവിടെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ സംഭവത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ യൂട്യൂബ് ചാനലുകളുടെ കാര്യം പറഞ്ഞത്, ഈ യൂട്യൂബ് ചാനല് ഔദ്യോഗിക ഇതെല്ലാം മാധ്യമങ്ങളാണ്. ഇപ്പൊ ഒരു കാര്യം, ഇവിടുത്തെ ഈ ഔദ്യോഗിക മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അത്ര സാത്വികരാണോ? അവർക്ക് താല്പര്യങ്ങളില്ലേ? അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സാമുദായികപരമായ താല്പര്യങ്ങളെ മുൻനിർത്തി തന്നെയല്ലേ ഇവിടുത്തെ 90% ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരാൾ അവരുടെ ഇഷ്ടത്തിന് പറയുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല. ആനന്ദ് കൊച്ചുകൂടി, മോഹൻ വർഗീസ് സാറിനെ എനിക്ക് കാലങ്ങളായിട്ട് അറിയാം. കുറച്ച് നാളായിട്ട് തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ആവശ്യമേ ഉള്ളൂവെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി ഉണ്ട്. ഞാൻ ഒരിക്കലും ഞാനിരിക്കുന്ന സമയത്ത് എന്റെ നിലപാടുകളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, തിരിച്ചും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ പറ്റി എനിക്ക് ഒരു സംശയവും ഇല്ല. അതായത് അവിടെ ചെന്നിരുന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലിൽ ചെന്നിരുന്നിട്ട് അവിടുന്ന് കാശ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് പറയുന്ന കുറെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളല്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും അങ്ങ് ഇതേപോലെ കള്ളന്മാരും, ഞാനൊരാൾ വലിയ സത്യസന്ധനാണ്, ഞാനതിലൊന്നും പോകാറില്ല, അങ്ങനെ പോകുന്നവരൊക്കെ മഹാകള്ളന്മാരാണ് എന്ന രീതിയിലുള്ള ആ വ്യാഖ്യാനം ശരിയല്ല. ആനന്ദ് കൊച്ചുകൂടി, അത് ശരിയല്ല. നിങ്ങൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. ഇവിടുത്തെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇവിടുത്തെ സമീകരണത്തിന്റെ കാര്യമൊക്കെ അതറിയില്ലേ. ഇവിടെ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള, ഒരുപോലെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ വൃത്തികേടുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് പിടിക്കപ്പെടുന്നത് വരെ എല്ലാവരും പരിശുദ്ധരാണ്. പിടിക്കപ്പെടുമ്പോൾ മാത്രമേ അല്ലാതാവുന്നുള്ളൂ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പക്ഷേ ഇവിടെ കോൺഗ്രസ്സുകാരോ CPMകാരോ പിടിക്കപ്പെട്ടിട്ടില്ല ഇത്തവണ. അതായിരിക്കുമല്ലോ താങ്കളുടെ ന്യായവാദം. നേരത്തെയും താങ്കൾ അത് പറഞ്ഞിരുന്നു. അല്ല, അങ്ങനെയുള്ള ന്യായവാദങ്ങളൊന്നും എനിക്കില്ല. ഇപ്പം കഴിഞ്ഞ താങ്കൾക്ക് മഞ്ജുഷ് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, 2016 എനിക്ക് തോന്നുന്നത്. അതെ, 2016
അന്ന് പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള പട്ടാമ്പി മണ്ഡലത്തിൽ സി പി മുഹമ്മദിനെ ഇതുപോലെ കൈയോടെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ആ ഇലക്ഷനിൽ 4 തവണ തുടർച്ചയായിട്ട് ജയിച്ച സി പി മുഹമ്മദ് ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു ഉദാഹരണം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്വിംഗ് വോട്ടുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സി പി മുഹമ്മദിന് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മാറിയില്ല, പക്ഷേ സാധാരണ കേരളത്തിൽ എപ്പോഴും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. ഒരു റിവോൾവിംഗ് ഡോർ പൊളിറ്റിക്സ് ആണല്ലോ കേരളത്തിലുള്ളത്. 1977-ലും 2021-ലും മാത്രമാണ് അതിനൊരു മാറ്റം. അപ്പോൾ ഇത്തവണ എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ആ സ്വിംഗ് വോട്ടർമാർ കുറേ പേർ അവർ സ്ഥാനാർത്ഥികളെ കൂടി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ CPM നിർത്തിയിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് അത് ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിൻ്റെ സ്പ്ലിറ്റ് ചെയ്യാനാണ് CPM നിർത്തിയിരിക്കുന്നതെന്നാണ്. എനിക്കറിയില്ല CPM എന്തുകൊണ്ടാണ് അങ്ങനെ നിർത്തിയതെന്ന്, എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഫലവത്തായിട്ട് നടക്കുന്നത് അവിടെ മുസ്ലിം വോട്ടുകളുടെ സ്പ്ലിറ്റിലായിരിക്കും. പക്ഷേ CPM-ന് കിട്ടേണ്ട ഹിന്ദു വോട്ടുകൾ കുറച്ച് സ്പ്ലിറ്റായിട്ട് അത് BJP-യിലേക്ക് പോകാനും ചിലപ്പോൾ കുറച്ച് വോട്ടുകൾ പിഷാരടിക്ക് കിട്ടാനും സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിശകലനമാണ് ഞാൻ നടത്തുക. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രന് കിട്ടേണ്ട ഇതുപോലെയുള്ള സ്വിംഗ് വോട്ടുകൾ അവർക്ക് ഇപ്പോൾ ഈ ശ്രീധരനൊക്കെ വോട്ട് ചെയ്ത ചില ആൾക്കാർ ശോഭാ സുരേന്ദ്രന് പിന്നെ ഒരു സിമ്പതി ഫാക്ടറുണ്ട്. ഇപ്പോൾ രാജഗോപാൽ 2016-ൽ നേമത്ത് ജയിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒരു കാരണം സിമ്പതി ഫാക്ടറാണ്. അതുപോലെ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ അവർ നിയമസഭയിൽ എത്തേണ്ടതാണ് എന്ന് കരുതുന്ന വലിയൊരു സമൂഹമുണ്ട്. ഇപ്പോൾ അവർ BJP പാർട്ടിയുടെ അംഗമാണ് എന്നൊക്കെ ഉള്ളത് ഉൾപ്പെടെ മനസ്സിലുള്ള ആൾക്കാർ പോലും എന്നാൽ ഒരു സിമ്പതി ഫാക്ടർ വെച്ച് രാജഗോപാലിനെ പോലെ ഇവർക്ക് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു വോട്ടർ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ടർക്ക് ചിലപ്പോൾ ഇതൊരു ഫാക്ടറായേക്കാം വോട്ട് ചെയ്യാതിരിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശകലനം ആണ് എൻ്റെ ഒരു ഇത്. കാരണം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അവസാന ദിവസം ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ, അതിപ്പോൾ മാത്യു ടി തോമസിൻ്റെ വിവാദം തിരുവല്ലയിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ ചെറിയ തോതിലെങ്കിലും പ്രതിഫലിക്കുമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ കൈക്കൂലി കൊടുക്കുന്നത് എന്തായാലും ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ എനിക്ക് തോന്നുന്നു ആൾക്കാർ, പൊതുജനം അതിനെ കൃത്യമായി തള്ളിക്കളയുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ CP റാഷിദ്, ഇവിടെ താങ്കൾ വലിയൊരു സ്വീപ്പിലേക്ക് പോകുമെന്ന വിലയിരുത്തലാണ്. അതിൻ്റെ ഒരു എക്സാക്ട് നമ്പർ നാളെയാകുമ്പോഴേക്കും പറയാമെന്നും പോളിംഗ് ശതമാനം വന്നു കഴിയുമ്പോൾ. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതിനോട് താങ്കൾ യോജിക്കുകയാണല്ലോ. പക്ഷേ അതേസമയം തന്നെ MLA-മാർ, അത് LDF-ൻ്റെ ആണെങ്കിലും UDF-ൻ്റേതാണെങ്കിലും നിലവിൽ മത്സരിക്കുന്നവർ, അവർ ജനപ്രിയരാണ് അതാത് മണ്ഡലങ്ങളിൽ എന്നൊരു ഘടകം കൂടിയുണ്ട്. അതുകൂടി പരിഗണിച്ചാണല്ലോ താങ്കൾ ഈ വിലയിരുത്തൽ നടത്തിയത്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ കാണിക്കുമ്പോൾ ഈ വ്യക്തിപരമായ വലിയ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് 2019 ഇടതുപക്ഷം കോഴിക്കോട് പ്രദീപ് കുമാർ, തോമസ് ഐസക് ആ രീതിയിൽ, P ജയരാജൻ വലിയ രീതിയിൽ ആ രീതിയിൽ പോപ്പുലാരിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ആളുകൾ മത്സരിച്ചിട്ട് അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. MLA-മാരുടെ ഇത് മാധ്യമ ചർച്ചകളുടെ ഒരു ബാലൻസിങ് സ്റ്റാൻഡായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതിന് ആ ഒരു ഫാക്ടറിന് എന്തെങ്കിലും ഒന്ന് മറുഭാഗത്തിന്റെ കാര്യത്തിലും പറഞ്ഞാലേ ഈ തെരഞ്ഞെടുപ്പുകളിലെ ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ MLA പരിപൂർണമായിട്ട് ആ ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും വലിയ നമ്പർ MLA-മാർക്ക് ആ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചില മണ്ഡലങ്ങളുടെ പ്രത്യേകത കൊണ്ട് അടുത്ത പക്ഷത്തിന് പിടിച്ചു നിൽക്കാം, ചില മണ്ഡലങ്ങളിൽ ചില MLA-മാരുടെ പെർഫോമൻസ് കൊണ്ടും അത് പക്ഷേ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കേവലമായ 1 ദിവസത്തെ 2 ദിവസത്തെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലൂടെയോ തെരഞ്ഞെടുപ്പ് പരിശോധനകളിലൂടെയല്ല, കഴിഞ്ഞ ഈ 2ാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്തിൽ മീൻസ് 2ാം പിണറായി സർക്കാരിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം നടന്ന കാലത്ത് തൊട്ട് അത് ജനങ്ങൾ പ്രതീക്ഷ രീതിയിലേക്ക് പോയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു ജനസ്വീകാര്യതയുള്ള ആളുകൾക്ക് പ്രതിസന്ധി നേരിട്ടു. അതിലേറെ ഇന്ന് വിവാദമായിരിക്കുന്ന G സുധാകരന്റെ ഒരു ഫ്ലോ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. G സുധാകരനെ സംബന്ധിച്ചിടത്ത് പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൽ എതിർപ്പുകൾ ഇല്ലാതെ പ്രതിപക്ഷത്തിന്റെ പോലും സ്വീകാര്യത കിട്ടിയ ഒരു വകുപ്പായിരുന്നു. ആ രീതിയിലുള്ള മനുഷ്യരെ, ജനം ആഗ്രഹിച്ച പല മനുഷ്യരും
പല രാഷ്ട്രീയ നേതാക്കളും ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയി. അങ്ങനെ പിന്നീട് ഉണ്ടായി വന്ന ആ മന്ത്രിസഭയോട് ജനത്തിന് ആ രീതിയിൽ അതൃപ്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് കൂടി ആവണം ബൈ ഇലക്ഷൻസ് പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിണറായിസം വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അങ്ങനെയുള്ള പല പദപ്രയോഗങ്ങളിലൂടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആകെത്തുകയായി വോട്ടിങ്ങിനെ സ്വാധീനിക്കാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതിൽ ഈ സ്വീപ്പിലേക്കാണോ എന്നുള്ളതിൽ നിങ്ങൾ പറഞ്ഞ ഈ MLA-മാരുടെ ഒരു ഫാക്ടർ ആണെങ്കിലും അത് സമാനമായി കേരളത്തിൽ BJP-യുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള ചർച്ചകളിൽ BJP വോട്ട് BJP കേഡേഴ്സ് അല്ല BJP-യോട് അനുഭാവം പുലർത്തുന്ന മനുഷ്യരിൽ ആരെങ്കിലും ആ രീതിയിൽ അങ്ങോട്ടേക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ നേരിയ രീതിയിലെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും BJP-യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തേണ്ടത് BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി കാലങ്ങളായി നമ്മളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ രീതിയിൽ ഫൈറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ലക്ഷ്യത്തിലെത്താൻ കഴിയാറില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ ഒരു വിജയം മാറ്റിവെച്ചാൽ ഞാൻ വ്യക്തിപരമായി അതിനെ കാണാൻ പലപ്പോഴും വേൾഡ് കപ്പ് ക്രിക്കറ്റ് വരുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഫൈനൽ വരെ എത്തും, പക്ഷെ കപ്പടിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഹതഭാഗ്യരായ ടീമാണ്. അതേപോലെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും 5 സീറ്റും നേടുക എന്നതിൽ കവിഞ്ഞ ഒരു മുന്നോട്ട് വെക്കലും ഒരു രാഷ്ട്രീയമായ മുന്നോട്ട് പോകും അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവണമെങ്കിൽ ഈ രീതിയിൽ 5 സീറ്റും ഒരു 20% വോട്ടിലേക്കും എത്തണം. അതിന് അവർക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഈ റിസൾട്ട് വരുന്നത് വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ശരി, ശ്രീ മോഹൻ വർഗീസ്, എന്താണ് പിന്നെ പ്രവചനത്തിന്റെ അർത്ഥത്തിലേക്കാണോ പോകുന്നത്? അത് അല്ല, റാഷിദിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? റാഷിദിനോട് പിന്നെ യോജിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം റാഷിദ് പറയുന്നതിന് ഒരു ജനറൽ സ്വഭാവമുണ്ട്. മൊത്തത്തിലുള്ള ലോങ് ടേം ഒരു ആവറേജുകൾ എടുത്തിട്ടാണ് റാഷിദ് പ്രവചനങ്ങൾ നടത്തുന്നത്. മണ്ഡലം തിരിച്ചുള്ള കാര്യങ്ങളിൽ പ്രസക്തി ഉണ്ടെന്നതിനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു വലിയ ഫാക്ടറാണ്. നോക്കൂ, ഒരു ഉദാഹരണം പറയാം. അടൂർ മണ്ഡലത്തിൽ എത്രയോ കാലം മാറി മാറി മത്സരിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ വിട്ടുപോയതിനു ശേഷം അതിപ്പം സംവരണ മണ്ഡലമായി മാറി. അടൂർ അദ്ദേഹം പോയത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് കോൺഗ്രസിന് ഉറപ്പായും ജയിച്ചു വരാവുന്ന സീറ്റൊന്നുമല്ല. അപ്പോൾ എത്ര പ്രതികൂല കാലാവസ്ഥയിലും ചില കാൻഡിഡേറ്റ്സ് അവരെത്തിപ്പെട്ടാൽ അവർ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശോഭാ സുരേന്ദ്രൻ അതുപോലൊരു കാൻഡിഡേറ്റാണ്, വിജയിച്ചിട്ടില്ല. 10 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഇത് ഉൾപ്പെടെ 9 തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടു. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും മുൻ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മുൻഗാമി നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ഒരു മാന്യമായ പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ് പരാജയത്തിലും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഇങ്ങനെ വ്യക്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് ഏതാണ്ട് വലിയ നമ്പർ സീറ്റുകളിൽ CPM അവരുടെ തന്നെ മുൻ MLA-മാരെ തന്നെ നിർത്തി? 2 ടേം കഴിഞ്ഞവരെ 3-ാം ടേമിൽ നിർത്തി. ടേം നിബന്ധനയൊന്നും ബാധകമായില്ല. കാരണം മിക്ക MLA-മാരും ജനകീയരാണ്. അപ്പോൾ CPM-ന് സ്വാഭാവിക അടിത്തറയും MLA-മാരുടെ ജനകീയതയും ചേർന്നാൽ ജയിച്ചു വരാം എന്ന ലളിത യുക്തിയാണ്. തീർച്ചയായും അത് യുക്തിയല്ലേ? അവിടെ സ്ഥാനാർത്ഥി നിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 2 കൂട്ടരും UDF LDF-ഉം സാമാന്യം ഭംഗിയായി ചെയ്തു. NDA-യുടെ കാര്യം വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ 19 സീറ്റുകൾ 2020 എന്ന സാമാന്യം പുതിയ പാർട്ടിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. വലിയ നമ്പർ BDJS-ന് കൊടുക്കേണ്ടി വന്നു. അവിടെയൊക്കെ നിർത്തിയ പല കാൻഡിഡേറ്റ്സും ഒരുപാട് അരാഷ്ട്രീയ പശ്ചാത്തലമുള്ള കാൻഡിഡേറ്റ്സാണ് എന്ന ആരോപണം വരുന്നു. അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സീറ്റുകളിലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെറിയ സാധ്യതയെങ്കിൽ 30,000-40,000 വോട്ട് പിടിക്കാൻ ജയിക്കില്ല, പക്ഷേ 40,000 വോട്ട് പിടിക്കാൻ സാധ്യത ഉള്ളിടത്ത് പോലും 2020 കാൻഡിഡേറ്റിനെ നിർത്തി എന്തിന് ആ സാധ്യത, ഒരു ത്രികോണ മത്സര സാധ്യത നഷ്ടപ്പെടുത്തി എന്ന ന്യായമായ ചോദ്യം ചോദിക്കണമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ BJP-ക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകൾ എങ്ങോട്ടാണ് സ്വാംശീകരിക്കുന്നത്? അതാവും ആത്യന്തികമായ ഒരു സ്വിംഗ് ഉണ്ടെങ്കിൽ അതാവും ആത്യന്തികമായ ഫലം നിർണ്ണയിക്കാൻ പോവുക. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. ഒറ്റ ഒരു കമ്മ്യൂണൽ ഫാക്ടർ വെച്ചിട്ട് മാത്രമല്ല, ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, മറിച്ച് ഭരണവിരുദ്ധതയുണ്ട്, ന്യൂനപക്ഷ ഏകീകരണമുണ്ട്, അതുകൊണ്ട് പ്രചരണത്തിന്റെ മേന്മയുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വിംഗ് ഫാക്ടർ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാലക്കാട്ടെ വോട്ടിന് പണം ആരോപണം ശരിയോ? ശരിയാണെന്ന് 65% പ്രേക്ഷകരും വിശ്വസിക്കുന്നു, അല്ല എന്ന് 32%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.